ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ ക്ലാസ്സുകളിൽ നാം വെളിപ്പാട് പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 22 ക്ലാസ്സുകൾ കൊണ്ട് 1, 2, 3 അധ്യായങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കുവാനായിട്ട് കഴിഞ്ഞു. 2, 3 അധ്യായങ്ങളിൽ 7 സഭകൾക്ക് കർത്താവായ യേശുക്രിസ്തു നൽകിയ സന്ദേശങ്ങൾ നാം വിലയിരുത്തുകയുണ്ടായി. ആ സന്ദേശങ്ങൾ പഠിക്കുന്നതിന് മുഖവുരയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, 4, 5 അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ നാം ഒരു സിംഹാസന മുറിയിലെത്തും, അവിടെ ആരാധനയുടെ ചിത്രം നമുക്ക് കാണാൻ കഴിയും എന്ന്. ഈ ക്ലാസ്സിൽ 4, 5 അധ്യായങ്ങൾ പഠിക്കുന്നതിനായിട്ട് നാം തുടങ്ങുകയാണ്. ഈ 2 അധ്യായങ്ങളില് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഒരു സുന്ദര ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നതിന്. അതിന്റെ മുഖവുരയായിട്ട് 95 സങ്കീർത്തനം 6 വാക്യം ഞാൻ വായിക്കുന്നു. 95 സങ്കീർത്തനത്തിന്റെ 6 വാക്യം: വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വണങ്ങി നമസ്കരിക്കുകയും മുട്ടുകുത്തുകയും ആരാധിക്കുകയും ചെയ്യേണ്ട ദൈവത്തെ നാം ഈ അധ്യായങ്ങളിൽ പരിചയപ്പെടും. സഭകളുടെയും വ്യക്തികളുടെയും ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്ന് യഥാർത്ഥത്തിലുള്ള ആത്മീയ ആരാധനയാണ്. ഇന്ന് സർവ്വസാധാരണമായി നാം കേൾക്കുന്നത് ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നതിനെ കുറിച്ചുള്ള ആഹ്വാനം, തീവ്രമായിട്ടുള്ള സുവിശേഷ വേലയ്ക്കായിട്ടുള്ള ആഹ്വാനം, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചുള്ള പ്രചോദനം, ഉണർവ് യോഗങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നാം കേൾക്കുന്നുണ്ട്. എന്നാൽ ആരാധനയെക്കുറിച്ച് അത്ര തന്നെ പറഞ്ഞ് കേൾക്കാറില്ല. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആരാധ്യനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുക എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വെളിപ്പാട് 4 അധ്യായത്തിന്റെ 11 വാക്യത്തില്, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. വെളിപ്പാട് 5 അധ്യായത്തിന്റെ 12 വാക്യത്തില്, വെളിപ്പാട് പുസ്തകം 5:12, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു കേൾപ്പിച്ച 4 അധ്യായത്തിന്റെ 11 വാക്യത്തിലും 5 അധ്യായത്തിന്റെ 12 വാക്യത്തിലും ആരാധനാവേളയിൽ അവിടെ മുഴങ്ങിക്കേട്ട ചില വാചകങ്ങളാണ്, അല്ലെങ്കിൽ ചില ഗാനങ്ങളാണ് എന്ന് ഓർക്കുക. പറഞ്ഞ വാചകങ്ങളിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട പദം യോഗ്യൻ എന്നാണ്. മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. 2 വാക്യങ്ങളിലും യോഗ്യൻ എന്ന് പറഞ്ഞു എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. യോഗ്യൻ, വേർതി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള പരിഭാഷയാണല്ലോ. വേർഷിപ്പ് അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് ടു അസ്ക്രൈബ് വർത്ത്, യോഗ്യത കൽപ്പിക്കുക, യോഗ്യത ഉള്ളവനെ മാത്രം ആരാധിക്കുക. നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യോഗ്യത ദൈവത്തിന് മാത്രം എന്നാണ്. ആ തിരിച്ചറിവിലാണ് ആരാധന ആരംഭിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രമേ ഉള്ളൂ, അവൻ മാത്രം അതിന് യോഗ്യൻ. അതുകൊണ്ടാണ് ചില പാട്ടുകാരൊക്കെ യോഗ്യൻ നീ എന്ന പാട്ട് രചിച്ചിരിക്കുന്നത്. അവൻ മാത്രമാണ് യോഗ്യൻ, അവനോട് സദൃശൻ ആരുമില്ല. പല സങ്കീർത്തനങ്ങളിലും നമുക്ക് ആ സെന്റൻസ് കാണാനായിട്ട് സാധിക്കും. വേദപുസ്തകം വളരെ ശക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പദമാണ്. അവനോട് തുല്യം ചൊല്ലാൻ ആരുമില്ല, അവനോട് സദൃശൻ ആരുമില്ല. ആരാധന സ്വീകരിക്കുവാൻ യോഗ്യൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് ആരാധനാ ഗാനങ്ങളിലും ആരാധന വേണ്ടി ഉപയോഗിക്കുന്ന വാചകങ്ങളിലും എല്ലാം അവർ പറയുന്നത് നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്നാണ്. അതറിയുമ്പോൾ നാമും നമ്മെ തന്നെയും നമുക്കുള്ളതിനെയും പൂർണ്ണമായി ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കും. സ്വർഗത്തിൽ നാം ചെന്നാൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വർഗം ആരാധനാ സ്ഥലമാണ്.
സ്വർഗത്തിൽ നിരന്തരം ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ജനം സ്വർഗത്തിലെത്തിയാൽ നിത്യത മുഴുവൻ അവനെ ആരാധിക്കും എന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വർഗം ആരാധനയുടെ സ്ഥലമാണ്. അവിടെ ദൈവത്തെ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ അത് കണ്ടിട്ടാണ് ഈ അധ്യായങ്ങൾ രചിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിലെ 4-5 അധ്യായങ്ങളിൽ മാത്രമല്ല, പല അധ്യായങ്ങളിൽ ആരാധനയുടെ ചിത്രങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. ഇതാണ് നിത്യതയിൽ സംഭവിക്കുന്നതെങ്കിൽ നാം ഇപ്പോൾ തന്നെ അത് പരിചയിച്ച് ആചരിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വായിച്ചു കേൾപ്പിച്ച 2 വാക്യഭാഗങ്ങൾ ശ്രദ്ധിക്കുക. വെളിപ്പാട് 22-ന്റെ 3 മുതൽ 5 വരെ, വെളിപ്പാട് 7-ന്റെ 15. ഈ 2 വാക്യങ്ങളിലും പറഞ്ഞത് രാപ്പകൽ അവർ അവനെ ആരാധിക്കുന്നു. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് അവിടെ വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ ഒന്നും ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായി അവരവന്റെ മുഖം കണ്ട് അവന്റെ നാമം അവരുടെ നെറ്റിയിൽ വെച്ചിട്ട് അവരുടെ ദാസന്മാർ അവനെ ആരാധിക്കും. എത്ര കാലം ആരാധിക്കുമെന്ന് ചോദിച്ചാൽ നിത്യത മുഴുവൻ രാവും പകലും അവനെ ആരാധിക്കും. അവർക്കപ്പോൾ വിശക്കുകയില്ലെന്ന് ചോദിച്ചാൽ ഇല്ല, അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. ഇതാണ് നിത്യതയിൽ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ ആരാധന നാം പരിചയിക്കേണ്ടതാണ്, അത് ആചരിച്ച് തുടങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ നാം നിത്യതയിലെത്തുമ്പോൾ ഔട്ട് ഓഫ് പ്ലേസ്, നമുക്ക് സ്ഥലം മാറിപ്പോയെന്ന് ചിലപ്പോൾ തോന്നാം. എത്തിയല്ല, എങ്ങാനും എത്തിയാൽ സ്ഥലം മാറിപ്പോയെന്ന് തോന്നാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആരാധന നാം അഭ്യസിക്കേണ്ടത്, ആചരിക്കേണ്ടത്, പരിചയിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളുടെ പഠന വിശകലനം ആരാധന എന്തെന്ന് ഗ്രഹിക്കുവാനും ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ഗ്രഹിക്കുവാനും അവൻ അർഹിക്കുന്ന മഹത്വം അവന് നൽകുവാനും നമ്മെ സഹായിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. വെളിപ്പാട് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ഈ വാക്യം വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിന് ഒരു രൂപരേഖയായിട്ട് പലപ്പോഴും എടുക്കാറുണ്ട്. വാക്യം ഇങ്ങനെയാണല്ലോ: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. അതുകൊണ്ടാണ് പുസ്തക പഠനത്തിന് അതൊരു രൂപരേഖയായിട്ട് എടുക്കാം എന്ന് പറഞ്ഞത്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത് എഴുതുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമത് നീ കണ്ടത് 1-ാം അധ്യായമായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കണ്ടത്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായങ്ങളിലാണ് നാം ആ കാര്യം കാണുകയും പഠിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഉള്ളത് സഭയാണ്. നീ കണ്ടത് പണ്ട് മുതലേ ഉള്ളത്, എന്നും ഉള്ളത് 1-ാം അധ്യായത്തിൽ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദിയും അന്തവും സർവശക്തിയും ഉള്ളവനും ആയവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് 1-ാം അധ്യായത്തിൽ കണ്ടത്. ഇപ്പോൾ ജനങ്ങൾ, ലോകത്തിലുള്ള ആളുകൾ കാണുന്നത് യേശുവിനെ അല്ല, യേശുവിന്റെ ശരീരമാകുന്ന സഭയാണ്. അതാണ് 2-3 അധ്യായത്തിൽ. അപ്പൊ ആ സഭ എങ്ങനെ ഇരിക്കണം, എവിടെല്ലാം തിരുത്തലുകൾ വേണമെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2-3 അധ്യായത്തിൽ സഭയ്ക്കുള്ള സന്ദേശങ്ങൾ വിശകലനം ചെയ്തപ്പോൾ നാം കണ്ടത്. മൂന്നാമതായിട്ട് ഇനി സംഭവിക്കാനിരിക്കുന്നത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നത് ഇനി സംഭവിക്കാനിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4-ാം അധ്യായം നമ്മെ 3-ാം ഭാഗത്തിലേക്ക്, അതായത് ഇനി സംഭവിക്കാനിരിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നത്. വെളിപ്പാട് 4-ന്റെ 1: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു.
കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി. Come up hither, I will show you things which must be hereafter. And immediately I was in the spirit. ഉടനെ ഞാൻ ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിലായി. I was in the spirit. യോഹന്നാനോട് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വസിക്കുന്ന സ്ഥലമായ സ്വർഗത്തിലേക്ക് കയറി വരിക. നീ ഇപ്പോൾ ഭൂമിയിലാണ് വസിക്കുന്നത്, എന്നാൽ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലുമാണല്ലോ വസിക്കുന്നത്. ഞാൻ വസിക്കുന്ന സ്ഥലമായ സ്വർഗത്തിലേക്ക് വരിക എന്ന് യോഹന്നാനെ ക്ഷണിക്കുമ്പോൾ യോഹന്നാൻ ആത്മാവിലായി. ആത്മാവിലാണ് അത് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ആത്മാവിൽ മാത്രമേ ദൈവത്തിന്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് ചെല്ലാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഓർത്തിരിക്കണം. നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞത്, സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞത് നമ്മെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ചാൽ, സഭാ കാലഘട്ടം അവസാനിച്ചാൽ ദൈവജനത്തിന് എന്ത് സംഭവിക്കും എന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഭയുടെ ഈ ലോകത്തിലെ കാലം അവസാനിച്ചാൽ ദൈവജനത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? സ്വർഗം തുറക്കും, കാഹളനാദങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ കാഹളങ്ങൾ ധ്വനിക്കും, വിശുദ്ധന്മാർ അക്ഷയരായി ഉയർക്കും, അവർ ആകാശമേഘങ്ങളിൽ അവനോടൊപ്പം ചേർക്കപ്പെടും. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സഭയില്ലാത്ത ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് തുടക്കം കുറിക്കും. ഈ കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് നമ്മുടെ ചിന്തയിലും നമ്മുടെ അറിവിലും ഉണ്ടായിരിക്കേണ്ടതാണ്. സഭാകാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടുകയും സഭയില്ലാത്ത ഭൂമി ഇവിടെ അവശേഷിക്കുകയും ചെയ്യുമ്പോൾ എടുക്കപ്പെട്ട സഭയ്ക്ക് എന്താ സംഭവിക്കുന്നത്, ഭൂമിയിൽ പിന്നീട് അവശേഷിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്ന രണ്ട് വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്നാമത് 1 തെസലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ വായിക്കണം. ഞാനിപ്പോൾ 14 മുതൽ 17 വരെ വായിച്ചു കേൾപ്പിക്കാം. 1 തെസലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. വീണ്ടും 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 52-ാം വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കും, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. എന്നിട്ട് ചോദിക്കുകയാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? അപ്പൊ ഈ മർത്യമായത് അമർത്യതയെ ധരിക്കുകയും മരണം നീങ്ങിപ്പോവുകയും മരണത്തിന്റെ മേൽ ജയം വരികയും ചെയ്യും. നാം എപ്പോഴും ഇങ്ങനെ കർത്താവിന്റെ കൂടെ ആയിരിക്കും. ഈ വചനങ്ങൾ നിവൃത്തിയാകും എന്നാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ ഇങ്ങനെ സഭ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ഈ ഭൂമിയിൽ തന്റെ ക്രോധം പകരും. ആ ക്രോധം പകരുന്നതിന് മുമ്പ് തേജസ്സിന്റെ ഒരു ദർശനം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. പറഞ്ഞു നിങ്ങൾ ഗ്രഹിച്ചെന്ന് വിചാരിക്കുന്നു. സഭ ഉൾപ്രാവണം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. എന്നാൽ ഉൾപ്രാവണത്തിൽ തള്ളപ്പെടുന്ന, എടുക്കപ്പെടാതിരിക്കുന്ന സഭ, ഈ സഭകളെ കുറിച്ചൊക്കെയാണ് നാം 2-3 അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അവര് ഭൂമിയിൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ, ദൈവത്തിന്റെ മഹാ ഉപദ്രവത്തിന്റെ, ന്യായവിധിയുടെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ
നമുക്ക് മാനസാന്തരപ്പെടുന്നതിനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ ദൈവ തേജസ്സിന്റെ ഒരു ദർശനം നമുക്ക് ഇവിടെ 4-5 അധ്യായങ്ങളിൽ തരികയാണ് ചെയ്യുന്നത്. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ശബ്ദം കേൾക്കുവാനും അതിന്റെ കാര്യങ്ങൾ ദർശിക്കുവാനും ഒരവസരം. നമ്മുടെ പഠനത്തിനും അനുകരണത്തിനുമായി സ്വർഗത്തിലെ ആരാധനയുടെ 2 സവിശേഷ തലങ്ങളാണ് 4-5 അധ്യായങ്ങളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരാധനയും ചിട്ടപ്പെടുത്തുവാനായിട്ട് നാം ശ്രദ്ധിച്ചാൽ അത് എത്രയോ നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തില് ആരാധിക്കുന്ന ആളുകൾ സൃഷ്ടിതാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തില് ആരാധിക്കുന്ന ആളുകൾ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെയും 5-ാം അധ്യായത്തിൽ രക്ഷിതാവായ ദൈവത്തെയുമാണ് ആരാധിക്കുന്നത്. കാരണം ദൈവം സൃഷ്ടിതാവും രക്ഷിതാവുമാണ് എന്ന് അറിയുകയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഈ 2 തലങ്ങളുണ്ട്. ഉചിതമായ ആരാധനയിൽ ഈ 2 കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം എന്നും നാം ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കണം, കാരണം അവൻ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല, നാമം ഉണ്ടാകുമായിരുന്നില്ല. രണ്ടാമത്, അവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനോ അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനോ കഴിയുമായിരുന്നില്ല. എങ്ങനെയാണ് ഈ ആരാധന നടക്കുന്നതെന്നുള്ളതാണ് 4-ഉം 5-ഉം അധ്യായങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിന്റെ കരുണയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അധ്യായങ്ങൾ ഓരോന്നായിട്ട് പഠിക്കുന്നതിനായിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ഞാനിപ്പോൾ ഒരു മുഖവരിയാണ് ഈ 2 അധ്യായങ്ങൾക്ക് പറഞ്ഞത്. നമുക്ക് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഈ അധ്യായങ്ങളിൽ മുഖ്യമായി ആവർത്തിക്കപ്പെടുന്ന ഒരു പദം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സിംഹാസനം. ഈ 2 അധ്യായങ്ങളിലും പല കുറി ആവർത്തിക്കപ്പെടുന്ന ഒരു മുഖ്യ പദം സിംഹാസനം എന്നതാണ്. ആത്മാവിലായ യോഹന്നാൻ ആദ്യം ദർശിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു.
സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതാണ് ആദ്യം കാണുന്നത്. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. 4-ാം അധ്യായം നിങ്ങൾ വായിച്ച് നോക്കിയാൽ ആ അധ്യായത്തിൽ മാത്രം 14 പ്രാവശ്യം സിംഹാസനം എന്ന പദം വരുന്നുണ്ട്. ആകെ 11 വാക്യങ്ങളേ ഉള്ളൂ. 11 വാക്യങ്ങളിൽ 14 പ്രാവശ്യം സിംഹാസനം എന്ന് ആവർത്തിച്ചിരിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ സുപ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് സിംഹാസനം. 22 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ 46 പ്രാവശ്യമാണ് സിംഹാസനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമിയിൽ സംഭവിക്കുന്ന വ്യത്യസ്ത സംഭവങ്ങൾ എന്തുമാകട്ടെ, ദൈവം തന്റെ സിംഹാസനത്തിലുണ്ട്. എല്ലാം അവന്റെ പൂർണ്ണ അറിവിലും നിയന്ത്രണത്തിലും ആണ് നടക്കുന്നത്. ഐ റിപ്പീറ്റ്, ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് എന്തെല്ലാം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ദൈവം തന്റെ സിംഹാസനത്തിലുണ്ട്. എല്ലാ കാര്യങ്ങളും അവന്റെ പൂർണ്ണമായ അറിവിലും അവന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 103-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം. സങ്കീർത്തനം 103:19. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. 47-ാം സങ്കീർത്തനം 2-ാം വാക്യം. 47-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. 47-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം കൂടെ നോക്കിയാൽ 47:8. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ സിംഹാസനം ഒരു വിശുദ്ധ സിംഹാസനമാണ്. അവൻ ആ വിശുദ്ധ സിംഹാസനത്തിൽ ഇരുന്നാണ് സകലത്തെയും ഭരിക്കുന്നത്. 11-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം നോക്കുക. സങ്കീർത്തനം 11:4. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയിൽ എന്തെല്ലാം തന്നെ നടന്നാലും മനുഷ്യൻ എന്തെല്ലാം തന്നെ ചെയ്താലും അതെല്ലാം കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ സിംഹാസനത്തിലിരുന്ന് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ വിവിധ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. വ്യാഖ്യാതാക്കള് വെളിപ്പാടിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ ദൈവത്തിന്റെ മഹത്വവും സർവാധിപത്യവും ഊന്നി പറയുന്നു. അതാണ് എല്ലാവരും സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ജീവിത സാഹചര്യങ്ങളുടെയും നടുവിലും കാര്യങ്ങൾ ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അവന്റെ രാജത്വമാണ് സകലത്തെയും ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. യോഹന്നാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ കാലഘട്ടത്തിൽ പീഡനത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന വിശുദ്ധന്മാർക്ക് എത്രയോ ആശ്വാസകരമായ ഒരു സന്ദേശമാണ് യോഹന്നാൻ നൽകിയത്. ചരിത്രത്തിന്റെ ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തും ഉള്ള ഏത് പരിസ്ഥിതിയിലും ജീവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഈ പ്രപഞ്ചത്തിൽ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഒക്കെ ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ട് എന്ന സന്ദേശം എത്രയോ ആശ്വാസവും ധൈര്യവും പ്രത്യാശയും പകരുന്നു എന്നോർത്ത് നമുക്ക് എത്ര സ്തോത്രം, നന്ദി ദൈവത്തിന് കരയേറ്റിയാലും അത് മതിയാവുകയില്ല. ചിലപ്പോഴൊക്കെ ദൈവം കാണുന്നില്ലേ, ദൈവം അറിയുന്നില്ലേ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഈ മഹാവ്യാധിയുടെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ദൈവം അറിയുന്നില്ലേ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ദൈവം അറിയുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവനറിയാതെ ഒന്നും ഭൂമിയിൽ സംഭവിക്കുന്നില്ല. നാം വായിച്ച വാക്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. യഹോവ തന്റെ വിശുദ്ധ സിംഹാസനത്തെ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്ഥാപിച്ച് അവൻ ജാതികളെ, രാജ്യങ്ങളെ, മനുഷ്യരെ എല്ലാം ഭരിക്കുന്നു. അവൻ അവന്റെ കൺപോളകൾ കൊണ്ട് ദർശിക്കുന്നു. മനുഷ്യപുത്രന്മാരെയൊക്കെ അവൻ ശോധന ചെയ്യുന്നു. നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ ജീവിത രീതികളും എല്ലാം അവൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവനറിയാതെ ഒന്നും ഈ ലോകത്തിൽ നടക്കുന്നില്ല. ഇത്ര ഉന്നതനായ ഒരു ദൈവത്തിന്റെ മക്കളായി തീരുവാനും അവനോട് അടുത്തു വരുവാനും അവന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവനെ ആരാധിക്കുവാനും ആരാധനയിൽ പങ്കാളികളാകുവാനും ഒക്കെ ദൈവം തന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയേണ്ടതാണ്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. നമുക്ക് അവനെ ആരാധിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ,
4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും അല്ല വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആവർത്തിച്ചു വരുന്ന ഒരു പദം അല്ലെങ്കിൽ ആവർത്തിച്ച് നാം കാണേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ സിംഹാസനത്തെയാണ്. കാരണം 11 വാക്യങ്ങളിൽ 14 പ്രാവശ്യം സിംഹാസനം എന്നുള്ള കാര്യം ഉപയോഗിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഇത്ര അധികം പ്രാവശ്യം സിംഹാസനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് സിംഹാസനം ഉപയോഗിച്ച് തന്നെ നാം ഈ അധ്യായത്തെ ഒന്ന് വിഭജിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 പ്രത്യേക കാര്യങ്ങൾ സിംഹാസന ബന്ധിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാം. ഒന്നാമത് 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നോക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവം, സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവം അല്ലെങ്കിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ, അത് നമുക്ക് പഠിക്കേണ്ട അപഗ്രഥിക്കേണ്ട ഒരു മേഖലയാണ്. രണ്ടാമതായിട്ട് 3-ാം വാക്യം വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ സിംഹാസനത്തിന്റെ ചുറ്റും ഒരു പച്ചവില്ല്, മരതകത്തോടൊക്കുന്ന ഒരു പച്ചവില്ല്. പച്ചവില്ലെന്ന് പറഞ്ഞാൽ റെയിൻബോ, മഴവില്ലെന്നാണ് അർത്ഥം. മൂന്നാമതായിട്ട് 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളും 6-7 വാക്യങ്ങളും നോക്കുമ്പോൾ വീണ്ടും സിംഹാസനത്തിന് ചുറ്റും 2 ചുറ്റുകളുണ്ട്. ഹൊറിസോണ്ടൽ ആൻഡ് പെർപെൻഡിക്കുലർ, ലംബമായും തിരശ്ചീനമായും എന്ന് വേണമെങ്കിൽ പറയാം. സിംഹാസനത്തിന് ചുറ്റും 24 മൂപ്പന്മാരും 4 ജീവികളും. നാലാമതായിട്ട് 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. 5-ാമതായിട്ട് 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ സിംഹാസനത്തിന്റെ മുമ്പിൽ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. 6-ാമതായിട്ട് 4-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സിംഹാസനത്തിന്റെ മുമ്പിൽ സ്തുതിസ്തോത്രങ്ങളോടുകൂടിയ ആരാധന നടക്കുന്നു. ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ഒന്നാമത് ഓൺ ദ ത്രോൺ ഓൾമൈറ്റി ഗോഡ്, സെക്കൻഡ്ലി അറൌണ്ട് ദ ത്രോൺ എ റെയിൻബോ, thirdly again around the throne elders and living creatures, fourthly out of the throne storm signals, 5 before the throne lambs and a sea, and finally number 6 praise to the throne, praise and worship to the throne. അപ്പോൾ ഈ തരത്തിൽ ഈ അധ്യായത്തെ ഒന്ന് വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്. സിംഹാസനമാണ് കേന്ദ്രം. ആരാധന നടക്കുന്നത് സിംഹാസനത്തിന്റെ മുമ്പിലാണ്. പക്ഷെ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. അതിന് ചുറ്റും ചില കാര്യങ്ങൾ കാണാനുണ്ട്. സിംഹാസനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പുറപ്പെടുന്നുണ്ട്. സിംഹാസനത്തിന്റെ മുമ്പിൽ ചില കാര്യങ്ങൾ കാണാനുണ്ട്. ഈ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് അവിടെ ആരാധന നടക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വിവിധ തലങ്ങളാണ്. അതേക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും. നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ഒന്നാമത്തെ കാര്യം ഓൺ ദ ത്രോൺ ഓൾമൈറ്റി ഗോഡ്, സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവം, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം. അതാണല്ലോ ആദ്യം തന്നെ യോഹന്നാൻ കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നത് പിതാവായ ദൈവമാണ് എന്ന് തെളിയിക്കുന്നതിന് പല സൂചനകൾ 4-5 അധ്യായത്തിൽ കിടപ്പുണ്ട്. ആരാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ഒരുപക്ഷെ ഈ പുസ്തകങ്ങളോടൊക്കെ പരിചയമുള്ള ആളുകൾക്ക് സംശയമൊന്നും ഉണ്ടാവുകയില്ല. എങ്കിലും ഞാൻ തന്നെ പറഞ്ഞിരുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവം, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. പക്ഷെ നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രക്ഷണ്യ വേലയോടുള്ള ബന്ധത്തിലും കൂടിയുള്ള ദൈവത്തിന്റെ 3 ദൗത്യങ്ങളാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നേരത്തെ സൃഷ്ടിതാവായ ദൈവമെന്നും രക്ഷിതാവായ ദൈവമെന്നും ഒക്കെ പറയാനിടയായത്. സൃഷ്ടിതാവായ ദൈവം സൃഷ്ടിച്ചു, രക്ഷിതാവായ ദൈവമാണ് അതിന് വില കൊടുത്ത് നമ്മെ രക്ഷിച്ചത്. പരിശുദ്ധാത്മാവായ ദൈവമാണ് ആ രക്ഷ നമുക്ക് അനുഭവവേദ്യമാക്കി തന്നത്. അതുകൊണ്ട് ത്രിയേക ദൈവം സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് മുമ്പിൽ പിതാവായ ദൈവമാണ് ഇരിക്കുന്നത് എന്നതിന് പല സൂചനകളുണ്ട്.
ഞാൻ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. വെളിപ്പാട് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 5:6 വായിക്കുമ്പോൾ, അറുക്കപ്പെട്ട കുഞ്ഞാടായ പുത്രൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങുന്നു. അപ്പോൾ പുത്രൻ അവിടെ ഇരിക്കുന്നില്ല. എന്നാൽ വേറെ ചില വാക്യങ്ങളിൽ സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് 3 ദൈവങ്ങളല്ലാത്തതുകൊണ്ടാണ്, ഏകദൈവമാണ്. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പിതാവാൻ ദൈവമാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് വന്ന് പുസ്തകം വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പിതാവാണ്. പിതാവിന്റെ കയ്യിൽ നിന്നാണ് പുസ്തകം വാങ്ങുന്നത്. വെളിപ്പാട് 4:5 വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 7 ആത്മാക്കളില്ല, ഒരാത്മാവ് 7 വിധത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 ആത്മാക്കൾ ആയ 7 ദീപങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സിംഹാസനത്തിന് മുമ്പിൽ ദൈവത്തിന്റെ നിയോഗങ്ങൾ നിവൃത്തിയിലാക്കുന്നതിനായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമല്ല, പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. പുത്രൻ പുസ്തകം വാങ്ങുവാനായിട്ട് വരുന്നു. സിംഹാസനത്തിന് മുമ്പിൽ 7 ആത്മാക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ത്രിയേക ദൈവം സ്വർഗത്തിൽ പ്രവർത്തന നിരതമാണെന്നുള്ള കാര്യമാണ് ആരെവിടെ ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രസക്തമായിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ത്രിയേക ദൈവം സ്വർഗത്തിൽ പ്രവർത്തന നിരതമാണ്. അവരുടെ ദൗത്യങ്ങൾ, ആ വ്യക്തിത്വങ്ങളുടെ ദൗത്യത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ വ്യക്തിത്വങ്ങൾ, ആളത്വങ്ങൾ ഇരിക്കുന്നത്. വളരെ സജീവമായിട്ട്, പ്രവർത്തന നിരതമായിട്ട് നാം വായിക്കുന്നുണ്ടല്ലോ, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. കർമ്മനിരതരായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നത് പിതാവായ ദൈവം. ദൈവത്തിന്റെ സ്വത്വം എന്തെന്ന് പൂർണ്ണമായി മനുഷ്യവാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനോ ഗ്രഹിക്കുന്നതിനോ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ എടുത്തു പറയേണ്ടതായിട്ടില്ല. ആരും അങ്ങനെ ദൈവത്തെ കണ്ടിട്ടുമില്ല, ആർക്കും അങ്ങനെ ദൈവത്തെ കാണാനും കഴിയുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളെ വിവരിക്കുമ്പോൾ ചില സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത്. താൻ കണ്ടത് എന്താണ്, ആരാണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സിംഹാസനത്തിൽ ഇരിക്കുന്ന അത് ഒരുത്തൻ, അവന് കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. സൂര്യകാന്തം ഒരു സുതാര്യ രത്നമാണ്, അല്ലെങ്കിൽ സ്വച്ഛ സ്ഫടിക തുല്യമായ സൂര്യകാന്തം, സൂര്യനെ പോലെ ശോഭയുള്ളത് എന്നർത്ഥം, സുതാര്യമായിട്ടുള്ളൊരു രത്നം. അതുപോലെ തന്നെ പത്മരാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു തരം നീലക്കല്ലാണ്. ആ രത്നക്കല്ലിന്റെ തേജസ്സിനെയും മൂല്യത്തെയും മാത്രമാണ് അവിടെ കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 11-ാം വാക്യവും കൂടി വായിച്ചാൽ ഈ രത്നങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ ആദ്യം പറഞ്ഞത് സൂര്യകാന്തം, സൂര്യന്റെ കാന്തി അല്ലെങ്കിൽ തേജസ്, സൂര്യനെ പോലെ ശോഭയുള്ളവൻ എന്നാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് ദൈവം വെളിച്ചമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ സങ്കീർത്തനം 104-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു എന്നും 1 തിമോത്തി 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് 1 തിമോത്തി 6:16 അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നും നമുക്ക് വായിക്കാം. ദൈവം വെളിച്ചമാണ്, അവൻ പ്രകാശത്തെ ധരിക്കുന്നവനാണ്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ധരിക്കുന്ന ഏഫോദിൽ പതിച്ച രത്നങ്ങളുടെ കൂട്ടത്തിൽ സൂര്യകാന്തവും പത്മരാഗവും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രത്നങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 11, 18, 19 വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ പുതിയ യെരുശലേമിന്റെ ജ്യോതിസ്, അതിന്റെ അടിസ്ഥാനം മുതലായവയോടുള്ള ബന്ധത്തിലും ഈ രത്നങ്ങളെല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തില്, സങ്കീർത്തനം 84:11 യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവദർശനം ലഭിച്ച ചിലരെ നോക്കിയാൽ, ദൈവത്തെ ദർശിക്കുവാൻ അവസരം ലഭിച്ച ചില ആളുകളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഉദാഹരണങ്ങൾ നോക്കിയാൽ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം,
പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിന്റെ 10 വാക്യം. അവിടെ ഇസ്രായേൽ മക്കൾക്കും മോശയ്ക്കുമാണ് ദൈവത്തിന്റെ ഒരു ദർശനം ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. അത്രയുമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ദൈവത്തിന്റെ ആളത്വത്തെ മുഴുവൻ അവര് കാണുന്നില്ല. അവർ കണ്ടത് പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും, ബാക്കിയൊന്നും അവർ കാണുന്നില്ല. യെഹെസ്കേൽ പ്രവചനം 1 അധ്യായത്തിന്റെ 26 മുതൽ 28 വരെ വായിക്കുക. പ്രവാചകന് കിട്ടുന്ന ഒരു ദർശനമാണ് അവിടെ. 1 അധ്യായത്തിന്റെ 26 മുതൽ 28 വരെ. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിനു മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്റെ മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരുത്തിന്റെ ശബ്ദവും ഞാൻ കേട്ടു. അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു ചെറിയ പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. യഹോവയെ കണ്ടു എന്നല്ല, യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നു കണ്ടത്. മോശയും യോഹന്നാനും യെഹെസ്കേലും ഒക്കെ കണ്ടത് യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയാണ്. അവന്റെ തേജസ്സിന്റെ ഒരു ദർശനമാണ് അവർക്ക് കിട്ടിയത്. ദൈവത്തെ കണ്ടവരെല്ലാം വാസ്തവത്തിൽ കണ്ടത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷത മാത്രമാണ്. ഏതായാലും ആരാധ്യനായ, അദൃശ്യനായ, സർവശക്തനായ പിതാവായ ദൈവം സിംഹാസനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. എല്ലാം അവന്റെ നിയന്ത്രണത്തിലും അവന്റെ ഭരണത്തിലും കീഴിലുമാണ്. അവനെ നമുക്ക് ആരാധിക്കാം, വീണു വണങ്ങി അവനെ നമുക്ക് നമസ്കരിക്കാം. അവൻ ആരാധ്യനായി ആ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. യോഹന്നാൻ കണ്ടതുപോലെ ഒരു ദർശനം നമുക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട്, എറൗണ്ട് ദ ത്രോൺ എ റെയിൻബോ. സിംഹാസനത്തിന് ചുറ്റും ഒരു പച്ചവില്ല് അല്ലെങ്കിൽ ഒരു മഴവില്ല്. വെളിപ്പാട് 4 അധ്യായത്തിന്റെ 3 വാക്യം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. വില്ല് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് മഴവില്ല്. സിംഹാസനത്തിന് ചുറ്റും ഒരു പൂർണ്ണവൃത്തം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സർക്കിളായിട്ടാണ് ഈ വില്ല് കാണുന്നത്. ഒരു അർദ്ധവൃത്തമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ആർക്കായിട്ടല്ല. കാരണം സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ നാം ഇരിക്കുന്നത് ഒരു തറയിലാണല്ലോ. അപ്പൊ തറയിൽ നാം ഒരു സിംഹാസനം വെച്ചിരിക്കുകയാണെങ്കിൽ ചുറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ചുറ്റം എടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലംബമായിട്ടും തിരശ്ചീനമായിട്ടും, പെർപെൻഡിക്കുലർ ആൻഡ് ഹൊറിസോണ്ടൽ രണ്ടായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആർച്ചായിട്ട് പോകും. പിന്നെ താഴേക്ക് നമുക്കൊന്നും സങ്കല്പിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ദൈവം ഒരു ആത്മാവാണ്. ദൈവം ആത്മാവാണ്. ആത്മാവ് തറയിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനം തറയിൽ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കണം. ദൈവം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് സർക്കിളാണ്. അത് മാത്രമല്ല, സ്വർഗത്തിലൊന്നും പകുതിയായിട്ടില്ല, എല്ലാം പൂർണ്ണമാണ്. വൃത്തവും പൂർണ്ണവൃത്തമാണ്. അതുകൊണ്ട് പകുതിയാണ് എന്ന് ഓർക്കരുത്. ഒരു പൂർണ്ണവൃത്തമാണ് ഈ കാണുന്ന വില്ല് അല്ലെങ്കിൽ മഴവില്ല്. മഴവില്ല് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവവും നോഹയും തമ്മിലുണ്ടായ ഉടമ്പടിയാണ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 9 അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയെങ്കിലും വായിക്കുക. ഉൽപ്പത്തി 9 അധ്യായത്തിന്റെ 11 മുതൽ 17 വരെ വായിക്കുക. ഈ വില്ല് ദൈവം നോഹയ്ക്കും മനുഷ്യവർഗത്തിനും കൊടുത്ത നിയമത്തിന്റെ ഓർമ്മയുണർത്തുന്ന ഒരു പ്രതീകമാണ്. 9 അധ്യായത്തിന്റെ 11 വാക്യം വായിച്ചാൽ, ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിന്നോടൊരു നിയമം ചെയ്യുന്നു. ദൈവം നോഹയോടും പ്രളയം കഴിഞ്ഞ് ഇറങ്ങിയ സകല ജഡത്തോടും ജീവജാലങ്ങളോടും ചെയ്ത ഒരു നിയമമാണ്. എന്നിട്ട് അതിനൊരു അടയാളം കൊടുക്കുകയാണ്. ഉൽപ്പത്തി 9 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. ഉൽപ്പത്തി 9, 16, 17. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന്
ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ദൈവത്തിന്റെ ഉടമ്പടി നോഹയോട് മാത്രം ആയിരുന്നില്ല, ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ആയിരുന്നു. അത് ഓർമ്മിക്കുന്നതിനായിട്ടാണ് ഈ വില്ല് ആകാശത്തിൽ വെച്ചിരുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നോക്കുക. പലരുടെയും മനസ്സിൽ നോഹയോട് മാത്രമാണ് ഉടമ്പടി ചെയ്തതെന്നുള്ള ഒരു ധാരണ ഇരിപ്പുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. ഉൽപ്പത്തി 9-ന്റെ 9-10 വാക്യങ്ങൾ. ദൈവം നോഹയോടും അവന്റെ പുത്രന്മാരോടും അരുളി ചെയ്തു, നിങ്ങൾ, നിങ്ങളുടെ സന്തതികൾ, നിങ്ങളോട് കൂടെയുള്ള എല്ലാ പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും ഭൂമിയിലുള്ള സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഈ നിയമത്തിന്റെ അടയാളമായിട്ടാണ് മേഘത്തിൽ ഒരു വില്ല് വെച്ചത്. ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിൽ വെളിപ്പെടുവാൻ സമയമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയിൽ നിന്ന് സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധം, ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിൽ വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. എന്നാൽ മഴവില്ല് ദൈവത്തിന്റെ കരുണയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ന്യായവിധിയിൽ വെളിപ്പെടുന്ന ദൈവകൃപയും ദൈവത്തിന്റെ കരുണയും. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം നമുക്ക് അവിടെ കാണാം. ആ പ്രാർത്ഥനാ ഗീതത്തിൽ ദൈവത്തോട് പ്രവാചകൻ അപേക്ഷിക്കുന്നത് നോക്കുക. ഹബക്കൂക്ക് 3:2, ക്രോധത്തിൽ കരുണ ഓർക്കണമേ. ദൈവം എപ്പോഴും കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവൻ ആണല്ലോ. സാധാരണ കാറ്റിനും മഴയ്ക്കും ശേഷമാണ് മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം കണ്ട മഴവില്ല് ന്യായവിധിക്ക് മുമ്പാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ന്യായവിധിയുടെ മഴ വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ മഴവില്ല് ദൈവം കാണിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ കരുണ അവൻ കാണിക്കുകയാണ്. അവന്റെ കരുണ എത്രയോ വലിയതാണെന്ന് അവൻ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിലും ആ കരുണയുടെ കരത്തിലേക്ക് വീണ് ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് വന്ന് സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവത്തോട് അപേക്ഷിച്ച് വിടുതൽ പ്രാപിക്കുന്നതിനായിട്ട് ഒരവസരം കർത്താവ് നൽകുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരുമ്പോൾ സിംഹാസന ബന്ധിതമായിട്ട് 4-ാം അധ്യായത്തിൽ നിന്ന് 2 കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനായിട്ട് സമയം ലഭിച്ചത്. ഇനി 4 കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, സ്വർഗത്തിൽ ഒരു സിംഹാസനം ഇരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന, എന്നേക്കും ജീവിച്ചിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മനുഷ്യരോടുള്ള, ഭൂമിയോടുള്ള, ജീവജാലങ്ങളോടുള്ള നിയമം ഓർമ്മയുണ്ട്. അത് ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് സിംഹാസനത്തിന് ചുറ്റും ഒരു മഴവില്ലുണ്ട്. മരതകത്തിന് സദൃശമായ ഒരു പച്ചവില്ലുണ്ട്. അവൻ ന്യായവിധി തുടങ്ങുവാൻ പോവുകയാണ്. എന്നാൽ ക്രോധത്തിൽ കരുണ ഓർക്കുന്ന ദൈവത്തിന് താൻ ചെയ്ത നിയമം ഓർമ്മയുണ്ട്. അവനത് മറന്നുപോയിട്ടില്ല. എത്ര നല്ല ദൈവം, എത്ര വിശ്വസ്തനായ ദൈവം, എത്ര ആരാധ്യനായിട്ടുള്ള ദൈവം. അതുകൊണ്ടാണ് അവനോട് സദൃശൻ ആരുമില്ല എന്ന് നാം ആവർത്തിച്ച് ഓർക്കുന്നതും പറയുന്നത്. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കും ആരാധിക്കാം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ദൈവത്തോട് ബന്ധപ്പെടുവാൻ തക്കവണ്ണം തടസ്സങ്ങളെല്ലാം നീക്കി ഈ കൃപാസനത്തിന്റെ അടുത്തേക്ക് ജീവനുള്ള പുതിയ വഴി തുറന്ന കർത്താവിന് നന്ദിയും ആരാധനയും സ്തോത്രവും അർപ്പിക്കാം. കർത്താവേ, സ്വർഗസ്ഥപിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ നമിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ സ്വർഗത്തിൽ കർത്താവേ നിന്റെ സിംഹാസനം വെച്ച് സകലത്തെയും ഭരിക്കുന്ന ദൈവം. നിന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. നീ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വർഗം വിശുദ്ധിയുടെയും കർത്താവെ ആരാധനയുടെ സ്ഥലമാണ് ഞങ്ങൾ കണ്ടു. കർത്താവെ, ആരാധന അഭ്യസിക്കുവാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരായിരിക്കാൻ, ആരാധനയിൽ കൂടുതൽ കർത്താവ് സമയവും താല്പര്യവും അർപ്പിക്കുന്നവരായിരിക്കാൻ വചനം കേട്ട എല്ലാ ഹൃദയങ്ങളിലും അവിടുന്ന് വ്യാപരിക്കണം. കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്തതുപോലെ നീ മാത്രമാണ് യോഗ്യൻ. നീ സർവ്വം സൃഷ്ടിച്ചു, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായി സൃഷ്ടിക്കപ്പെട്ടു. ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ യോഗ്യൻ. ഞങ്ങൾ നിന്റെ മുമ്പിൽ വീഴുന്നു, ഞങ്ങൾ നിന്നെ വണങ്ങുന്നു, ഞങ്ങൾ നിന്നെ നമസ്കരിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.